കൃത്യമായിട്ട് നേർക്ക് ചൂണ്ടിയിട്ട് പറയും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് പോകാനുള്ള സമയമായി. പൊടിമൂലം വേണ്ട കേക്ക് പേഴ്സണാലിറ്റി ആവശ്യമില്ല. ശേഷം കഴിഞ്ഞ ആഴ്ചത്തിലെ കാര്യങ്ങളൊക്കെ എന്താണ് പിയ, എന്താണ് അനുമോൾ, കുറെ പൈസ എല്ലാം കൊടുത്തോ? ഇല്ല, ഇതുവരെയൊന്നും കൊടുത്തിട്ടില്ല. ഇതുവരെ ഇനി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? അല്ലല്ല, എനിക്ക് പിന്നെ ആ കുട്ടി പറഞ്ഞതോ? ഞങ്ങൾ പറഞ്ഞു 16 ലക്ഷം രൂപയൊക്കെ ഞാൻ ഇത് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ. അതായത് നമ്മളെല്ലാവരെയും കുറിച്ച് അന്വേഷിക്കാറുണ്ട്. എല്ലാവർക്കും പി ആർ ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഞാനൊന്നും പറയണ്ട. പൈസ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ എന്തിനാ ഓപ്പൺ ആയിട്ട് പറയുന്നത്? ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല. പക്ഷെ അനുമോള് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ഷാനവാസ് പറയുന്നത് കേട്ടു. കാര്യം ഷാനവാസ് ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റിയ ഒരാളാണ് ഷാനവാസ്. ഡോക്ടർ ബിനി പറഞ്ഞതാണോ? എന്നോട് പറഞ്ഞതാണ് പറഞ്ഞതല്ലെന്ന് പറയുന്നത്. അത് എനിക്ക് വന്നിട്ടുണ്ട്, ഈ ഒരു എമൗണ്ടിലൊക്കെ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്പാനി പോയ വീക്കിലാണ് അത് എന്നോട് പറഞ്ഞത്. അപ്പാനിയുടെ അതേ പിയാർ തന്നെയാണ് അനുമോക്കം ചെയ്തത്. അപ്പാനി പോയി, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ സേഫായിട്ട് ഇവിടെ നിൽക്കും, എങ്ങനെയാണ് അഡ്വാൻസ് മാത്രം കൊടുത്തു, പിന്നെ അത് കഴിയുമ്പോഴാണ് എത്ര ദിവസം നിൽക്കുന്നത്, അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഇത്ര എമൗണ്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ ഷാനവാസ് അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടു. ഷാനവാസിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോട് പറഞ്ഞത് അക്ബറാണ്. അക്ബറിന്റെ അടുത്തോട്ട് അനുമോള് PR കൊടുത്ത ടീം അക്ബറിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അക്ബറാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ കാര്യമാണ്, ഞാനിത് പ്രത്യേകിച്ച് അനുമോൾ എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു. ഞാനതൊന്നും ഞാൻ പറഞ്ഞ രഹസ്യം സൂക്ഷിക്കുന്നത് ആ കാര്യം ചേച്ചിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അനുമോളെ അനീഷിനെ പുറത്താക്കാനുള്ള എല്ലാ തന്ത്രവും അവർ മെനഞ്ഞു. കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് എൻ്റെ നിജസ്ഥിതി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒത്തിരി ക്യാഷൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷില്ലേക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഇനി പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ അയാൾക്ക് 16 ലക്ഷം വളരെ ചെറിയ എമൗണ്ട് ആണോ? അല്ല, ആ എമൗണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ? എന്റെ വീടിന്റെ ലോൺ ഞാൻ അടച്ചു തീർക്കുന്നില്ല. കുട്ടി, ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് ഇവിടെ നിന്ന് വരുന്നതിന് മുന്നേ കുറെ PR ചെയ്യാന്ന് പറഞ്ഞ് കുറെ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും 16, 15, 20, 25 ഓരോ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ വരുമ്പോ ആ കാര്യങ്ങൾ ഫുള്ള് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ PR എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയോ? അനീഷ് ആദ്യമായിട്ട് കേൾക്കുകയാണ് PR. അതുവരെ അറിഞ്ഞൂടെ PR ആണോ? അല്ല, ആദ്യമായിട്ടല്ല ഇവരിവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഫോമിൽ ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്ന 5 വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ്. PR കുറിച്ചൊന്നും അറിയില്ല. ഒരിക്കലുമില്ല. 5 വർഷം. അല്ല, അനീഷ് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ, 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നാണോ? ഞാൻ കേറുന്നതിന്, അതായത് ഇവിടെ നിന്ന് കേറുന്നതിന് 3 ദിവസം മുൻപാണ് എനിക്ക് ഫൈനൽ. ഒന്നുകൂടെ ആലോചിക്കും. ഞങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളെ വിളിച്ച ദിവസങ്ങൾ ഏതാണ്ട് എന്റെ അഭിപ്രായത്തിൽ 12 or 14 ദിവസം മുമ്പ് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട്. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ കാണിക്കും. 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിച്ചത്. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലം ഒന്നുമല്ല, നിങ്ങൾ ഞങ്ങളുടെ ഒരു ഭാഗമാണ്. ഇല്ല, ഇപ്പൊ മനസ്സിലായോ PR എന്താണെന്ന്? എന്താണ് എനിക്കൊന്ന് പറഞ്ഞു തരൂ. അതായത് ഇവിടെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വിജയി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതിന് മുൻപ് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കുറെ പൈസ കൊടുത്തു, എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ അയാൾക്ക് വോട്ടിയോ? ഇല്ലില്ല, ഒരിക്കലും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം. അല്ലാതെ PR കൊണ്ട് മാത്രം ജയിച്ച ആളെ എനിക്കറിയില്ല. ഇപ്പൊ അനീഷിന് നാളെ അടുത്ത ആഴ്ച നിങ്ങളുടെ വോട്ട് പറയാം. ഒരു ദിവസത്തെ പ്രവൃത്തി മതി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു കാര്യമോ 100 കാര്യമോ പറഞ്ഞോളൂ. 5 വർഷം എന്ന് പറഞ്ഞില്ലേ? 5 വർഷം അല്ല, ഞാനിപ്പോ ലീവ് എടുത്തിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. എന്റെ അനീഷ്, നിങ്ങൾ പറഞ്ഞ കാര്യമേ ഞാൻ പറഞ്ഞോളൂ. 5 വർഷത്തെ ടോട്ടലി ലീവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലിപ്പോ 2 വർഷമായിട്ടുള്ളൂ. അതെ, ബിഗ് ബോസിന് വേണ്ടി മാത്രം. അപ്പൊ ഇനി ബാക്കി തിരിച്ചു പോവാതെ 3 വർഷം കൂടെ 3 വർഷം കൂടെ ഞാൻ ലീവിലുണ്ടായിരിക്കും. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എഴുത്തിന്റെ മേഖലയിലും പിന്നെ സിനിമ തിരക്കഥ എഴുതണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര പ്ലാനിങ്ങോടുകൂടിയാണ്. ഭയങ്കര പ്ലാനിങ് ആണ് അനീഷ്.